മൂന്നാം അധ്യായത്തിന്റെ പഠനത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ 2 പോയിന്റ് 2 അധ്യായങ്ങളെ കുറിച്ച് എഴുതാനാണ്. ഒന്നാം അധ്യായത്തിന്റെ വിഷയം എന്താണ്? സത്യസുവിശേഷം. രണ്ടാം അധ്യായത്തിന്റെ വിഷയം സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യം. മൂന്നാം അധ്യായത്തിന്റെ വിഷയം സുവിശേഷം നൽകുന്ന നീതീകരണം. സുവിശേഷം നൽകുന്ന നീതീകരണം. മൂന്നാം അധ്യായത്തിന്റെ കീ തീം, പ്രധാന വിഷയം, പ്രധാന ആശയം സുവിശേഷം നൽകുന്ന നീതീകരണം. സുവിശേഷം നൽകുന്ന നീതീകരണം. നമുക്ക് ഈ അധ്യായത്തെ 7 വിഷയങ്ങളായി തിരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ വിഷയം തിരുവെഴുത്ത് എന്നുള്ളതാണ്. തിരുവെഴുത്ത്. രണ്ടാമത്തെ വിഷയം നിയമം. 3 പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദത്തം. 4 ന്യായപ്രമാണം. 5 യേശുക്രിസ്തു. 6 നീതീകരണം. 7 സ്വത്വം, ഐഡന്റിറ്റി. ഇങ്ങനെ 7 വിഷയങ്ങളായി നമുക്ക് ഈ മൂന്നാം അധ്യായം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? സ്ക്രിപ്റ്റേഴ്സ് അല്ലെങ്കിൽ തിരുവെഴുത്ത്. നമുക്ക് 8ാമത്തെ വാക്യവും 22ാം വാക്യവും ഒന്ന് വായിക്കാം. വേഴ്സ് 8 and 22. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എവിടെ പറഞ്ഞിരിക്കുന്നത്? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്നു, നിന്നിൽ അല്ലെങ്കിൽ അബ്രഹാമിൽ എല്ലാ ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ തിരുവെഴുത്ത് എന്താ? അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വം എഴുതിയിരിക്കുന്ന സ്ഥലമാണ് തിരുവെഴുത്ത്, അല്ലെ? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കും. അപ്പൊ തിരുവെഴുത്ത് എന്തുവാ? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് തിരുവെഴുത്ത്. അത് എവിടെ പറഞ്ഞോ അതാണ് തിരുവെഴുത്ത്. 22ാം വാക്യം, തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന്റെ കീഴ് അടച്ചു കളഞ്ഞു. ഇനി നോക്കാം നമുക്ക് ഈ 8ാം വാക്യം, അതിന്റെ ക്രോസ് റെഫറൻസ് ഉൽപ്പത്തി പുസ്തകം 12ന്റെ 3ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം 3ാം വാക്യത്തിൽ നിന്ന് എടുത്തെഴുതിയതാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. ഇനി 22ാം വാക്യം എടുത്തെഴുതിയിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 14ന്റെ 1 മുതൽ 3 വെള്ളവാക്യങ്ങൾ എന്നാണ്. ഒന്ന് വായിച്ചു നോക്കിയാലോ. ഉൽപ്പത്തി 12ന്റെ 3. നിന്നിൽ സകല ജാതികളും അല്ലെങ്കിൽ സകല വംശങ്ങളും. അപ്പൊ അത് ഉൽപ്പത്തി പുസ്തകം 12ന്റെ 3 വാക്യമാണ്. അത് പൗലോസ് പറയുകയാണ്, അത് എവിടെയുള്ളതാണ്? തിരുവെഴുത്തിൽ ഉള്ളതാണ്. അതിന്റെ അർത്ഥം ഉൽപ്പത്തി 12 അധ്യായം 12ാം അധ്യായം 3ാം വാക്യം എന്താണ്? തിരുവെഴുത്താണ്. ക്ലിയർ ആയേ? സംശയമില്ലല്ലോ. അതായത് അപ്പോസ്തലനായ പൗലോസ് ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം 3ാം വാക്യം കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, തിരുവെഴുത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഉൽപ്പത്തി 12ന്റെ 3 തിരുവെഴുത്താണ്. ക്ലിയർ ആണ്? ഇനി 22ാമത്തെ വാക്യത്തിന്റെ ക്രോസ് റെഫറൻസ് സങ്കീർത്തനങ്ങൾ 14ന്റെ 1 മുതൽ 3 വരെ നോക്കുക. ഇവിടുത്തെ ആശയമാണ് പൗലോസ് ചുരുക്കി എഴുതിയിരിക്കുന്നത്. എല്ലാവരും എന്തിന്റെ കീഴിലാണ്? പാപത്തിന്റെ കീഴിലാണ്. എല്ലാവരെയും പാപത്തിന്റെ കീഴിലാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പൊ തിരുവെഴുത്ത് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഉൽപ്പത്തി പുസ്തകം അടങ്ങുന്ന, സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന പുസ്തകത്തിന്റെ പേരാണ് തിരുവെഴുത്ത്. അങ്ങനെ ഇങ്ങനെ പറയാം, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും വിളിക്കുന്ന പേരാണ് എന്ത്? തിരുവെഴുത്ത്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും വിളിക്കുന്ന പേരാണ് തിരുവെഴുത്ത്. ഇന്ന് നമ്മൾ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ അത് 66 പുസ്തകം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇത് എഴുതപ്പെടുന്ന സമയത്ത് എല്ലാ പുസ്തകവും എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ എല്ലാ പുസ്തകവും എഴുതിയിട്ടില്ല, വെളിപ്പാടൊന്നും എഴുതിയിട്ടില്ലല്ലോ. വെളിപ്പാടൊക്കെ അവസാനം എഴുതുന്ന പുസ്തകമല്ലേ. അപ്പം ഈ പറയുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്ത് എന്ന് പറയുന്ന സമയത്ത് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു, പഴയ നിയമത്തെ ചൂണ്ടി കാണിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അത് ഇതിനെ കുറിച്ചാണ്, പഴയ നിയമത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് നമ്മൾ തിരുവെഴുത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നു, സമ്പൂർണ്ണ ബൈബിളിനെ കുറിച്ച്. ഈ വാക്യപ്രകാരം തിരുവെഴുത്ത് എന്താണ്? പഴയ നിയമമാണ്. ക്ലിയർ ആയേ? ഇപ്പൊ ന്യായപ്രമാണം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളാണ് തിരുവെഴുത്ത്. അങ്ങനെ പഴയ നിയമ പുസ്തകങ്ങളാണ് തിരുവെഴുത്ത്. ഉൽപ്പത്തി ഉൾപ്പെടുന്നു, സങ്കീർത്തനം ഉൾപ്പെടുന്നു, അങ്ങനെ മറ്റ് പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന പഴയ നിയമ പുസ്തകങ്ങളാണ് തിരുവെഴുത്ത്. രണ്ടാമത്തെ കാര്യം നിയമം. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കവനന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് നിയമം? ഇത് പഴയ നിയമത്തെ കാണിക്കുന്നതാണോ അതെയോ വേറെ എന്തെങ്കിലും കാര്യത്തെ കാണിക്കുന്നതാണോ? പലപ്പോഴും ആൾക്കാർ പറയാറുള്ളത് നിയമം സമം പഴയ നിയമം. എന്നിട്ട് പറയും, നമുക്ക് ഇനി പഴയ നിയമത്തിന്റെ ആവശ്യം ഇല്ല, പുതിയ നിയമം മതി. പക്ഷെ ഇവിടെ നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം പഴയ നിയമ പുസ്തകങ്ങളെ അല്ല, പിന്നെ എന്തിനെയാ? ദൈവം ചെയ്ത ഉടമ്പടിയല്ല കാണിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, 15ാം വാക്യവും 17ാം വാക്യവും. ഒരു മനുഷ്യന്റെ നിയമം.
ഓക്കെ, ഇനി 17-ാം വാക്യം. ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അപ്പൊ ദൈവം മുൻപ് എന്ത് ചെയ്തിരുന്നു? ന്യായപ്രമാണം വന്നത് 430 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ന്യായപ്രമാണത്തിനും 430 വർഷങ്ങൾക്ക് മുൻപ് ദൈവം നിയമം സ്ഥാപിച്ചിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉടമ്പടി ആരുമായിട്ട് സ്ഥാപിച്ചു? അബ്രഹാമുമായിട്ട് സ്ഥാപിച്ചു. അബ്രഹാമിന് മുൻപ് ദൈവം ഉടമ്പടി ചെയ്തായിരുന്നു. അതാരുമായിട്ടാ? നോഹയുമായിട്ട് ചെയ്തു. ദൈവം നോഹയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറണം, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞു, ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. ഇനി മനുഷ്യനുള്ള കാലത്തോളം മഞ്ഞും മഴയും വിതയും കൊയ്ത്തും ഒക്കെ ഉണ്ടാകും, സംവത്സരങ്ങൾ ഉണ്ടാകും, സീസൺസ് ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും എന്നുള്ള ഉടമ്പടി ചെയ്തു. ഇനി ഞാൻ ജലം കൊണ്ട് സകല മനുഷ്യൻ ഇല്ലാതാക്കത്തില്ല എന്ന് ഉടമ്പടി ചെയ്തു. ദൈവം അബ്രഹാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ദേശം കാണിക്കാം, ആ ദേശത്തേക്ക് നീ പോകണം, ചാർച്ചക്കാരെ വിടണം, ഋതുഭവനത്തെ വിടണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നിയമം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന കാര്യം പഴയ നിയമത്തെ അല്ല, പിന്നെ എന്തിനെയാണ്? ദൈവം സ്ഥാപിച്ച വാഗ്ദത്തത്തെയാണ്. ദൈവം സ്ഥാപിച്ച വാഗ്ദത്തം. അപ്പൊ ന്യായപ്രമാണം നൽകുന്നതിന് മുൻപ് ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയാണ് നിയമം. ഇവിടെ വേറെ ഉടമ്പടികളുണ്ട്, പക്ഷെ ഈ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം, ന്യായപ്രമാണം സ്ഥാപിക്കുന്നതിന് മുൻപ് ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയാണ് നിയമം. ഇപ്പം പഴയ നിയമം വേണമെന്നല്ല എൻ്റെ അർത്ഥം. നിയമം എന്ന വാക്കിന്റെ ഇവിടുത്തെ അർത്ഥം എന്താണ്? ഉടമ്പടി എന്നാണ്. ഉടമ്പടി. ബിഫോർ ഹി gave commandments, he made a covenant with Abraham. ആ കവനന്റിനെ വിളിക്കുന്ന പേരാണ് നിയമം. ക്ലിയർ ആയോ? ഇപ്പൊ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ അല്ലെങ്കിൽ പഴയ നിയമമാണ്. നിയമം എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. നിയമം എന്ന് പറയുന്നത് ഉടമ്പടിയാണ് നിയമം എന്ന് പറയുന്നത്. ഇത് മൂന്നാമത്തെ കാര്യം വാഗ്ദത്തം. വാഗ്ദത്തം നോക്കാം. എന്താണ് ദൈവം എന്നാണ് വാഗ്ദത്തങ്ങൾ നൽകിയത്? 17-ാം വാക്യം വായിക്കാമോ? 17-ാം വാക്യം. ദൈവം എന്നാണ് വാഗ്ദത്തങ്ങൾ നൽകിയത്? When did God gave promise? 430 വർഷങ്ങൾ കഴിഞ്ഞ് നൽകിയ ന്യായപ്രമാണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാഗ്ദത്തം എന്തുവാ? എന്നാ വാഗ്ദത്തം നൽകിയത്? അതായത് ന്യായപ്രമാണം നൽകുന്നതിനും 430 വർഷം മുൻപ് ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയാണ് വാഗ്ദത്തം, അല്ലെങ്കിൽ ദൈവം അബ്രഹാമിന് നൽകിയ അനുഗ്രഹമാണ് വാഗ്ദത്തം. ക്ലിയർ ആയോ? ന്യായപ്രമാണം നൽകിയ എപ്പോഴാ? മോശ മുഖാന്തരമാണ്. സീനായ് മലയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനും 430 വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തിരുന്നു? ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു. വാഗ്ദത്തം നൽകി. എന്നാണ് ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ന്യായപ്രമാണം നൽകുന്നതിനും 430 വർഷങ്ങൾക്ക് മുൻപ്. 430 വർഷങ്ങൾക്ക് മുൻപ്. ഇനി ദൈവം ആർക്കാണ് വാഗ്ദത്തങ്ങൾ നൽകിയത്? 16-ാമത്തെ വാക്യം. ദൈവം ആർക്കാണ് വാഗ്ദത്തങ്ങൾ നൽകിയത്? മതി. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ഒന്നാമത്തെ ആളാരാണ്? അബ്രഹാമാണ്. രണ്ടാമത് സന്തതി. സന്തതികൾ എന്നവിടെ ഇല്ല, എന്തേ ഉള്ളൂ? സന്തതി എന്നേ ഉള്ളൂ. അപ്പം വാഗ്ദത്തം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിനും 430 വർഷങ്ങൾക്ക് മുൻപ് നൽകിയതാണ് വാഗ്ദത്തം. അത് നൽകിയത് അബ്രഹാമിനും അവന്റെ സന്തതിക്കുമാണ് നൽകിയത്. ക്ലിയർ ആയേ? ഓക്കെ. ഇനി ആരാണ് ഈ സന്തതി? വായിച്ചേ എന്റെ ബാക്കി 16-ന്റെ ബാക്കി. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്നത്രേ. എന്നിട്ട് പറയുകയാണ്, അതാരാണ്? അത് ക്രിസ്തു അത്രേ. ക്ലിയറാ, വേറെ ഒന്നും പറയാൻ വെക്കാനുള്ള ആവശ്യമില്ല, അല്ലെ? അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം കൊടുത്തു. ആ സന്തതി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഉദ്ദേശിച്ച് പറയുന്ന കാര്യമല്ല. സന്തതികൾ എന്നല്ല, സന്തതി എന്ന ഏകവചനമാണ്. അത് ക്രിസ്തുവാണ്. ഇപ്പൊ സീഡ് അല്ലെങ്കിൽ സന്തതി ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പൊ വാഗ്ദത്തം എന്നാ നൽകിയത്? ന്യായപ്രമാണം നൽകുന്നതിനും 430 വർഷങ്ങൾക്ക് മുൻപ് നൽകിയതാണ് വാഗ്ദത്തം. 2, ആ വാഗ്ദത്തം നൽകിയത് അബ്രഹാമിനും അവന്റെ സന്തതിക്കുമാണ്. ആ സന്തതി ആരാണ്?
കർത്താവായ യേശു ക്രിസ്തു ആണ്. ഇനി എന്തെല്ലാമാണ് വാഗ്ദത്തങ്ങൾ നമുക്ക് നോക്കാം. 20-ാം വാക്യവും 21-ാമത്തെ വാക്യവും 3 വാഗ്ദത്തങ്ങളാണ് പ്രധാനമായി ഈ അധ്യായത്തിൽ പറയുന്നത്. നോക്കുക, ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണം വാഗ്ദത്തങ്ങൾക്ക് വിരോധമല്ല, പക്ഷേ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്വം യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താൽ. അപ്പൊ എന്താ വാഗ്ദത്വം അവിടെ? നീതീകരണമാണ്. അതായത് ഇങ്ങനെ പറഞ്ഞു വരുന്നത്, ന്യായപ്രമാണത്താൽ നീതീകരണം ഉണ്ടാകുന്നില്ല. അപ്പൊ എന്ത് നൽകി? വാഗ്ദത്തത്താൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം. അപ്പൊ വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദത്തം എന്താണ്? നീതീകരണം. ഞാൻ കുറച്ച് പറഞ്ഞ കാര്യം അതാ. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല? ഭൗമികമായ കാര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും ഭൗമികമായ കാര്യങ്ങളെയാണ് അനുഗ്രഹമായി കാണാറുള്ളത്. ഭൗമികമായൊക്കെ നന്മയാണ്, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അനുഗ്രഹങ്ങളുടെ പട്ടികയിലല്ല അതിനെ പെടുത്തിയിട്ടുള്ളത്, അത് നന്മകളാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അനുഗ്രഹം ഈ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? നീതീകരണം ആണ്. പാപിയായ മനുഷ്യനെ ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുന്ന അതിന് പറയുന്ന പേരാണ് നീതീകരണം. പാപിയായ മനുഷ്യൻ ഇനി അവൻ പാപിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ നീതിമാനായി തീർന്നു എന്ന് പറയുന്നതാണ് നീതീകരണം. അതെന്താണ്? അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ആണ്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന പറയുന്നതിന്റെ അർത്ഥം നിന്നാൽ അബ്രഹാം നിമിത്തം സകല ആൾക്കാരും സമ്പന്നരാകും എന്നല്ല. അബ്രഹാം നിമിത്തം സകല ആൾക്കാർക്കും ആടുമാടുകളും വീടും സ്ഥലവും പാർപ്പിടവും ഉണ്ടാകുമെന്നല്ല. അബ്രഹാമിലൂടെ എല്ലാവർക്കും എന്തുണ്ടാകും? നീതീകരണം ഉണ്ടാകും. അബ്രഹാമിന്റെ സന്തതിയായി ഒരുവൻ ജനിക്കുകയും അവനിലൂടെ പാപമോചനം സ്ഥാപിക്കപ്പെടുകയും യേശു ക്രൂശിൽ മരിക്കുകയും അവന്റെ വിശ്വാസത്തിലൂടെ എല്ലാവർക്കും നീതീകരണം സാധ്യമാകുകയും ചെയ്യും. അപ്പൊ വാഗ്ദത്തം നമ്പർ 1 നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. രണ്ടാമത്തെ വാഗ്ദത്തം നോക്കി 18-ാമത്തെ വാക്യം. ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അങ്ങനെയല്ലേ? അപ്പം അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്വം മൂലം നൽകി. അപ്പൊ എന്താ വാഗ്ദത്തം അവിടെ? അവകാശം. അപ്പൊ ഒന്നാമത്തെ വാഗ്ദത്വം നീതീകരണം, രണ്ടാമത്തെ വാഗ്ദത്വം അവകാശം. ഞാൻ ചോദിക്കട്ടെ, എന്ത് അവകാശമാ? ദൈവത്തിന്റെ അവകാശം. ദൈവത്തിന്റെ അവകാശം. നമ്മൾ എബ്രായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് ഓരോ വ്യക്തികളെയും നീതീകരിക്കുമ്പോൾ, ഓരോ വ്യക്തികളെയും തൻ്റെതാക്കി തീർക്കുമ്പോൾ തനിക്കൊരു പുതിയ പേര് ലഭിക്കുകയാണ്. ദൈവം അബ്രഹാമിനെ നീതീകരിച്ചപ്പോൾ, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു പുതിയ പേര് കിട്ടി. എന്താ പേര്? അബ്രഹാമിന്റെ ദൈവം. അപ്പൊ അബ്രഹാമിന് ദൈവത്തിന്റെ അധികാരം കിട്ടി, അല്ലെ? എന്റെ ദൈവം എന്ന് പറയുവാൻ കഴിയുന്ന അവകാശം ആർക്ക് കിട്ടി? അബ്രഹാമിന് കിട്ടി. നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിലൂടെ, കർത്താവിലൂടെ വിശ്വാസികളായപ്പോൾ, നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച രണ്ടാമത്തെ വാഗ്ദത്വം, നമുക്കെല്ലാം അവകാശം കിട്ടി. നമുക്കിനി എന്ത് പറയാം? എന്റെ ദൈവം എന്ന് പറയാം. കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ അബ്ബാ പിതാവേ എന്ന് പറയാം. എന്റെ പിതാവ് എന്ന് പറയാം. അത്തരം മക്കൾ എന്ന ഒരു വലിയ അവകാശത്തിലേക്ക് ക്രിസ്തുവേശുവിലൂടെ നമ്മെ കൊണ്ടുവന്നു. ഇതാണ് അനുഗ്രഹം. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ അബ്രഹാമിലൂടെ ഉണ്ടാകുന്ന സന്തതിയായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ, അവനിൽ വിശ്വസിക്കുന്നതിലൂടെ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ത് കിട്ടും? അവകാശം കിട്ടും. ദൈവത്തിന്റെ അവകാശം കിട്ടും. എന്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്ന അവകാശം. ദൈവം എന്റേതാണെങ്കിൽ പിന്നെ ദൈവത്തിനുള്ളതെല്ലാം എന്റേതാണ്. അങ്ങനെയല്ലേ? എന്റെ അപ്പനാ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം
എൻ്റെ അപ്പൻ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എനിക്ക് അവകാശം ഉണ്ടെന്നല്ലേ, അല്ലേ? എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ അവകാശം എനിക്കുണ്ട്. കാരണം എന്താ? എൻ്റെ അപ്പനാ. അതേപോലെയാ ദൈവം നമ്മുടെ ദൈവമായിട്ട് മാറുമ്പോൾ, നമ്മുടെ പിതാവായിട്ട് മാറുമ്പോൾ ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം അവകാശം നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം ദൈവത്തിന്റെ സ്ഥലമാണ് അത്, നമ്മുടെ പിതാവിന്റെ സ്ഥലമാണ് അത്. നമുക്ക് അവിടേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക, പ്രവേശനം കിട്ടിയിരിക്കുകയാ. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് കയറുന്നത് പോലെ നമുക്ക് അവിടെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാ. നമ്മളൊക്കെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം പോയി കോളിംഗ് ബെൽ അടിക്കും, അല്ലേ? എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ ചോദിക്കും, കാര്യമൊക്കെ പറയും. അപ്പൊ അവര് പറയും അകത്തോട്ട് കയറി വാന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പൊക്കെ മര്യാദയ്ക്ക് ഊരിയിട്ട്, അല്ലെ, അടുക്കി പെറുക്കി വെച്ച് പതിയെ ആ വീട്ടിലോട്ട് കയറും. എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് കുഴപ്പമില്ലാത്തവരുടെ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കും. വലിയ അനക്കമൊന്നും കാണത്തില്ല, മര്യാദയ്ക്കോട്ടിരിക്കും. കാര്യമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? തിരിച്ചിറങ്ങി പോരും. എന്നാൽ നമ്മുടെ വൈകിട്ട് വീട്ടിൽ വരുന്ന നമ്മുടെ മക്കള് വീട്ടിൽ വരുമ്പോൾ എങ്ങനെ ഇവർ വരുന്നത്? ഇവര് വന്നിട്ട് ആദ്യം ഒരു തുണി ഇങ്ങനെ കഴിക്കും, ഒരു ചെരുപ്പ് അവിടെ, വേറെ ചെരുപ്പ് അപ്പുറത്ത്, ബാഗ് വേറൊരിടത്ത്, പിന്നെ കുട ഉണ്ടെങ്കിൽ അത് വേറൊരിടത്ത്. ഇവന്മാര് ജനലിനകത്തൂടെ കയറാൻ പറ്റുമെങ്കിൽ അതിനകത്തൂടെ കൂടെ എന്ത് ചെയ്യും? കയറും. മനസ്സിലായോ? അതാ സ്വാതന്ത്ര്യം. എവിടുന്ന് കിട്ടിയ സ്വാതന്ത്ര്യം? അവൻ അറിയാം ഇത് അവൻ അവകാശപ്പെട്ടതാ, അവക്കറിയാം ഇത് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടി, ദൈവത്തിന്റെ അവകാശം കിട്ടി. അതിലൂടെ ദൈവത്തിനുള്ളതിലേക്കെല്ലാം നമുക്ക് അവകാശം കിട്ടിയിരിക്കുകയാണ്. സ്വർഗം, ആത്മീയ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കാരണം സ്വർഗത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ അവകാശികളായിട്ട് നമ്മൾ മാറി. അപ്പൊ ഒന്നാമത്തെ വാഗ്ദത്തം നീതീകരണമാണ്, രണ്ടാമത്തെ വാഗ്ദത്തം അവകാശം ആണ്. അത് ദൈവത്തിന്റെ അവകാശമാണ്. മൂന്നാമത്തെ വാഗ്ദത്തം 14-ാമത്തെ വാഗ്ദത്തം, നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അപ്പൊ ഇവിടെ എന്താ വാഗ്ദത്തം? ഹോളി സ്പിരിറ്റ്. വാഗ്ദത്തം ആത്മാവെന്ന വാഗ്ദത്തം, ആത്മാവെന്ന വാഗ്ദത്തം. ക്ലിയർ ആയോ? നമ്മളൊന്നും പുറത്തുനിന്ന് പറയുന്നില്ല, നമ്മൾ അവിടുന്ന് മാത്രമേ കാണുന്നുള്ളൂ. നോക്കുക, 20-ാം വാക്യം നമ്മൾ കണ്ട കാര്യം നീതീകരണമാണ് വാഗ്ദത്തം. 12-ാം വാക്യം നമ്മൾ കണ്ട കാര്യം അവകാശമാണ് വാഗ്ദത്തം. 14-ാം വാക്യം പറയുന്ന കാര്യം ആത്മാവാണ് വാഗ്ദത്തം. ദൈവം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അവകാശമായിട്ട്, വാഗ്ദത്തമായിട്ട് നൽകി. പഴയ നിയമത്തിനകത്ത് പല സ്ഥലങ്ങളിലും ഈ വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജനത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങള്, ചെറുപ്പക്കാര്, ബാലന്മാര്, വൃദ്ധന്മാര് എല്ലാവരും പ്രവചിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ആത്മാവിനെ ദൈവം വാഗ്ദത്തമായിട്ടാണ് നൽകിയത്, നമ്മൾ നേടിയെടുത്തതല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കിട്ടിയതല്ല ആത്മാവ്. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഉപവസിക്കണം. 40 ദിവസം ഉപവസിക്കുമ്പോൾ എന്ത് കിട്ടും? ആത്മാവിനെ കിട്ടും എന്നാ പറയുന്നത്. നോ, അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. ആത്മാവ് വാഗ്ദത്തമാണ്, നേടിയെടുക്കുന്നതല്ല, നമ്മൾ പിടിച്ചു മേടിക്കുന്നതല്ല. തന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മേടിക്കുന്ന ഒന്നല്ല ആത്മാവ്. ഒരുപക്ഷെ ആത്മീകമായ അനുഗ്രഹങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ് നേടാൻ കഴിയുമായിരിക്കാം. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ കിട്ടുന്നതല്ല, വിശ്വസിക്കുമ്പോൾ തന്നെ വാഗ്ദത്തമായി കിട്ടുന്നതാണ്. അത് വാഗ്ദത്തമാണ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആത്മാവിനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആൾക്കാരൊന്ന് ചോദിക്കും, ആത്മാവിനെ കിട്ടിയായിരുന്നു, ഇപ്പൊ എന്ത് പറയണം? അത് അറിയില്ല കേട്ടോ, അയ്യോ അത് അറിയില്ല കേട്ടോ, ഞങ്ങൾ അന്ന് ചർച്ചയിൽ പോയില്ലായിരുന്നു. അങ്ങനെയല്ല, വാഗ്ദത്തമാണ് ആത്മാവ്. കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടി. പിന്നെ പറഞ്ഞിട്ട് 2 ഉണ്ടെന്ന് പറയണം ആത്മാവ്. ഒന്ന് നമ്മുടെ ആത്മാവ് ഉണ്ട്, മറ്റേ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയണം. അപ്പൊ ഞെട്ടും, നിങ്ങൾക്ക് 2 ഉണ്ടോ? ഞങ്ങൾക്ക് 1 ഉള്ളെന്ന് പറയും. ഞാൻ ഒരാളോട് പറഞ്ഞത്, എന്റെ ചോദിച്ചു ആത്മാവിനെ കിട്ടി, അവന് കിട്ടി 2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു 2 ഞാൻ 2 ഉണ്ട്. അവര് ഒരെണ്ണം പറഞ്ഞോണ്ടിരിക്കുക ഉപസിക്കാൻ പറഞ്ഞിട്ട്. ആത്മാവ് വാഗ്ദത്തമാണ്. ആത്മാവ് 3 വാഗ്ദത്തമാണുള്ളത്. ഒന്നാമത്തെ വാഗ്ദത്തം നീതീകരണം, രണ്ടാമത്തത് അവകാശം, മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ കണ്ടത് എന്താണ് വാഗ്ദത്തം? വാഗ്ദത്തം എന്നാണ് കിട്ടിയത്? ന്യായപ്രമാണം ലഭിക്കുന്നതിനും 430 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചതാണ് വാഗ്ദത്തം. അത് ലഭിച്ചത് അബ്രഹാമിനും അവന്റെ സന്തതിക്കുമാണ്. ആ സന്തതി കർത്താവായ യേശുക്രിസ്തുവാണ്. 3 വാഗ്ദത്തമാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ഒന്നാമത്തെ വാഗ്ദത്തം നീതീകരണം, രണ്ടാമത്തെ വാഗ്ദത്തം അവകാശം, മൂന്നാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. ന്യായപ്രമാണം. എന്താണ് ന്യായപ്രമാണം എന്ന്
24-ാമത്തെ വാക്യം പറയുക. എന്താണ് ന്യായപ്രമാണം എന്ന് വായിക്കാമോ? 24-ാമത്തെ വാക്യം. ന്യായപ്രമാണം ക്രിസ്തുവിങ്കലേക്ക് നമ്മെ നടത്തുവാൻ ശിശുപാലകനായി തീർന്നു. ഇംഗ്ലീഷിനകത്ത് ചില പരിഭാഷയിൽ ട്യൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്, ചില ഭാഷയിൽ ഗൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും ശരിയാണ്. ഈ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ഞാനത് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പൈഡാഗോഗോസ് എന്നുള്ളതാണ് ഗ്രീക്കിലെ വാക്ക്. അതായത് യഹൂദന്മാരുടെ, ശ്രദ്ധിക്കുക, യഹൂദന്മാരുടെ കഷ്ടമനുസരിച്ച് ശിശുക്കളായവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കും. ഓക്കെ, കാരണം ശിശുക്കളുടെ പ്രത്യേകത, ശിശുക്കളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് നന്മയും തിന്മയും അറിയത്തില്ല, നല്ലതും മോശവും അറിയത്തില്ല. തീ കണ്ടാൽ എന്ത് ചെയ്യും? അവർ ചാടിപ്പിടിക്കും. പ്രശ്നമൊന്നും അവർക്കില്ല, കാരണം അവർക്ക് അറിയത്തില്ല, പൊള്ളുമെന്ന് അറിയത്തില്ല. കത്തി കണ്ടാൽ അവരെടുക്കും, അവർക്ക് അറിയത്തില്ല. റോഡിലിറങ്ങുമ്പോൾ വണ്ടി വന്നിടിക്കും എന്ന ഭയം അവർക്കില്ല. അവരെന്ത് ചെയ്യും? അവരോടും. ഇപ്പൊ തീയെ തൊടാൻ പാടില്ല, കത്തി എടുക്കാൻ പാടില്ല, റോഡിൽ ഓടാൻ പാടില്ല, അല്ലെ, ചെളിക്കകത്ത് ചാടാൻ പാടില്ല, മഴയത്തിറങ്ങാൻ പാടില്ല, വെറുതെ നടക്കാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനായിട്ട് ഒരു ട്രെയിനർ ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് വളർത്തുന്നത്, അല്ലെ? നമ്മൾ അവരെ ആ രീതിയിലാണ് വളർത്തുന്നത്. മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക്, അതായത് ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നു വരുന്ന നാളുവരെ ഒരു കുഞ്ഞിന് ആരുണ്ടാകും? ഒരു ട്യൂട്ടർ ഉണ്ടാകും, ഒരു ശിശുപാലകൻ ഉണ്ടാകും. ഓക്കെ, ശൈശവത്തിൽ നിന്ന്, അതായത് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയത്തില്ലാത്ത പ്രായത്തിൽ നിന്ന് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന പ്രായമാകുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിൽ അവരെ നയിക്കാൻ വേണ്ടി ഉള്ള ആളുടെ പേരാണ് ശിശുപാലകൻ, ട്യൂട്ടർ. ഓക്കെ, ഈ ശൗമേൽ ബാലനെ ഹന്ന ആലയത്തിൽ കൊണ്ടുപോയി ആക്കിയത് എപ്പോഴാണ്? മലയാളത്തിൽ വായിക്കുന്ന കാര്യം അവന് മുലകൂടി മാറിയപ്പോൾ എന്നാണ് വായിക്കുന്നത്. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? ആ പ്രയോഗത്തിന്റെ അർത്ഥം പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞു എന്നുള്ളതല്ല, നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന പ്രായം എന്നാണ് അതിന്റെ അർത്ഥം. കാരണം യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിൽ പറയുന്നുണ്ട്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന സമയം വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന പ്രായമാകുന്നത് വരെ എന്ത് ചെയ്യും? തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്നൊരു പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ട്. അപ്പൊ അവിടുത്തെ ആ പ്രയോഗം ശ്രദ്ധേയമാണ്. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന പ്രായം, അതാണ് ബാല്യം എന്ന് പറയുന്ന ഒരവസ്ഥ. ബാല്യം, കൗമാരം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ ഒരു ഏജ്. ഈ കൗമാരം ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ സാധാരണ ബയോളജിക്കലി കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശു, ശൈശവം അല്ലെങ്കിൽ നവജാത ശിശു, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം എന്നിങ്ങനെയൊക്കെ നമ്മൾ ബയോളജിക്ക് തിരിക്കാറുണ്ട്. പക്ഷെ ബൈബിൾ പ്രകാരം ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇത്രയേ ഉള്ളൂ. ഈ ഡിവിഷൻസ് ബൈബിൾ പ്രകാരമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലെ ഈ കൗമാരം വരെയുള്ള ഒരു കാലഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത്. കൗമാരം കൂടെ ഉൾപ്പെടുന്ന കാലഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാല്യത്തിലോട്ട് പ്രവേശിക്കുന്നത് വരെ ആര് കൂടെയുണ്ട്? ശിശുപാലകൻ കൂടെയുണ്ട്. ശിശുപാലകൻ പറയും, നടക്കണമെങ്കിൽ നടക്കണം, ഓടണമെങ്കിൽ ഓടണം, എടുക്കണമെങ്കിൽ എടുക്കണം, ചിലതെടുക്കരുത്, ചിലതെടുക്കരുത്, ചില കാര്യം ചെയ്യാൻ പാടില്ല, ചില ഫുഡ് കഴിക്കാൻ പാടില്ല, ചില ആഹാരം രുചിക്കാൻ പാടില്ല എന്ന് ശിശുപാലകൻ പറഞ്ഞു കൊടുക്കും. അതേപോലെ ന്യായപ്രമാണം ശിശുപാലകനാണ് സമം നമുക്ക് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് പറഞ്ഞു തരുന്നയാളാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതാണ് ന്യായപ്രമാണം. ക്ലിയർ ആയോ? അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറയുന്നതാണ് ന്യായപ്രമാണം. മോഷ്ടിക്കരുത് എന്ന് പറയുന്നു. മോഷ്ടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്, പറയും മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്, ശബത്ത് പ്രമാണിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, മോഹിക്കരുത്. അങ്ങനെ ന്യായപ്രമാണത്തിലുള്ള ഏതാണ്ട് 612 കൽപ്പനകളും അരുതുകളെല്ലാം നമുക്ക് ബോധ്യമാക്കി തരുന്ന ശിശുപാലകനാണ് ആര്? ന്യായപ്രമാണം. ഇത്രയും ക്ലിയർ ആയേ? നമ്മെ നയിക്കുന്ന, നമ്മെ കറക്റ്റ് ചെയ്യുന്ന, നമ്മെ പഠിപ്പിക്കുന്ന, നമ്മളുടെ കാര്യങ്ങളിൽ നോക്കി നടത്തുന്ന ആളാണ് ശിശുപാലകൻ. ന്യായപ്രമാണം അതാണ്. ന്യായപ്രമാണം ശിശുപാലകൻ. അപ്പൊ എന്താണ് ന്യായപ്രമാണം? സിമ്പിൾ ഉത്തരം, ശിശുപാലകനാണ് ന്യായപ്രമാണം. നന്മ തിന്മ തിരിച്ചറിഞ്ഞു തരുന്ന, അല്ലെങ്കിൽ തരം തിരിച്ചു തരുന്ന ശിശുപാലകനാണ് ന്യായപ്രമാണം. ക്ലിയർ ആയേ?
ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, എന്നാണ് ന്യായപ്രമാണം നൽകിയത്? വെൻ ഡിഡ് ദ ലോ വാസ് ഗിവൻ? നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. വാഗ്ദത്തം നൽകിയത് എന്നാ? ന്യായപ്രമാണം നൽകുന്നതിനും 430 വർഷം മുൻപാണ് വാഗ്ദത്തം നൽകിയത്. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം നൽകിയതിന് 430 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നൽകിയതാണ് ന്യായപ്രമാണം. വായിക്കാം നമുക്ക് 17-ാമത്തെ വാക്യം. 17 നോക്കുക. 430 വർഷങ്ങൾക്ക് ശേഷം നൽകിയ ന്യായപ്രമാണം എന്ന് വളരെ വ്യക്തമായി ആ വാക്യം പറഞ്ഞു. അപ്പൊ എന്താ ന്യായപ്രമാണം? ശിശുപാലകനാണ്. എന്നാണ് കിട്ടിയത്? വാഗ്ദത്തം നൽകി 430 വർഷം കഴിഞ്ഞ ശേഷമാണ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് കിട്ടിയത്? 19-ാം വാക്യം. എങ്ങനെയാ കിട്ടിയത്? എങ്ങനെയാണ് ന്യായപ്രമാണം കിട്ടിയത്? ഹൗ വാസ് ദ ലോ ഗിവൻ? എങ്ങനെയാണ് ന്യായപ്രമാണം കിട്ടിയത്? 19-ാം വാക്യം. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പൊ ഒരു മധ്യസ്ഥനുണ്ട്, ദൂതന്മാരുമുണ്ട്. അപ്പൊ ദൂതന്മാരിലൂടെ മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്ത്? ന്യായപ്രമാണം. ഈ മധ്യസ്ഥൻ മോശയാണ്, ദൂതന്മാരിലൂടെയാണ് ന്യായപ്രമാണം നൽകിയത്. ഇത്രയും ക്ലിയർ ആയേ? ന്യായപ്രമാണം ശിശുപാലകനാണ്. ന്യായപ്രമാണം വാഗ്ദത്തത്തിനും 430 വർഷം ശേഷം നൽകിയതാണ്. ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന് നൽകിയതാണ്. ഇത്രയും ക്ലിയർ ആയോ? സംശയമുണ്ടോ? എന്താ ന്യായപ്രമാണം? ശിശുപാലകൻ. എന്നാ കിട്ടിയത്? വാഗ്ദത്തം കിട്ടിയിട്ട് 430 വർഷം കഴിഞ്ഞ് കിട്ടി. എങ്ങനെയാ കിട്ടിയത്? ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന് കിട്ടി. ഓക്കെ, ഇനി എന്തിനാണ് കിട്ടിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടിയത്? വൈ വാസ് ദ ലോ ഗിവൻ? എന്തുകൊണ്ടാണ് ന്യായപ്രമാണം നൽകിയത്? അതേ വാക്യം തന്നെ, അതേ വാക്യം. 16-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. വാഗ്ദത്തം മാത്രം മതിയായിരുന്നു. പക്ഷേ വാഗ്ദത്തം മാത്രമുള്ളത് കൊണ്ട് ജനം എന്ത് ചെയ്യുന്നില്ല? ജനം നീതീകരിക്കപ്പെടുന്നില്ല, നന്നായി ജീവിക്കുന്നില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ദേശം തരാം, നീ നിന്റെ ചാർച്ചക്കാരെ വിടണം, പൃഥുഭവനത്തെ വിടണം, ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകണം. ഇതാണ് വാഗ്ദത്തം. ഇത് ജാതിയാകാനുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന്റെ കൂടെ എന്തുണ്ട്? നിയമങ്ങളുണ്ട്, വേർപാടുണ്ട്. ആരൊക്കെ വേർപെടണം? പൃഥുഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, ദേശം വിടണം. പക്ഷെ ഈ 3 കാര്യങ്ങളിലും വേർപാട് ആളുകൾ പാലിക്കാതെ വന്നപ്പോൾ എന്ത് കൊടുക്കേണ്ടി വന്നു? കൽപ്പന കൊടുക്കേണ്ടി വന്നു, ന്യായപ്രമാണം കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ബൈബിളിനകത്ത് പ്രസംഗികളുടെ ഒരു കാര്യം പറയുന്നത് ആദ്യ കാലഘട്ടം മുതൽ, പ്രസംഗകരെ കുറിച്ച് പറയുന്ന ആദ്യ കാലഘട്ടം മുതൽ. ബൈബിളിലെ ആദ്യത്തെ പ്രസംഗകൻ ആരാണ്? നോഹ. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ ആ കാലഘട്ടത്തിൽ തന്നെ വേറൊരാളുണ്ടായിരുന്നു, ഈനോക്ക്. ഓക്കെ, എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈനോക്കിനെയും നോഹയും ഒക്കെ പ്രസംഗകരായി തിരഞ്ഞെടുത്തത്? അതുവരെ പ്രസംഗകരില്ല, അല്ലെ? അതുവരെ പ്രസംഗകരില്ല. ആദം പ്രസംഗിച്ചിട്ടില്ല, കായീൻ, ഹാബേല്, ശേത്ത്, ഇവരാരും പ്രസംഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഒരു പ്രസംഗകന്റെ ആവശ്യം വന്നത്? ദുഷ്ടത പെരുകി. അതിൻ്റെ അകത്ത് വേറൊരു ആൻസർ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ പറയുന്ന കാര്യമുണ്ട്. ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചു, മനുഷ്യനെ ഉണ്ടാക്കുന്ന ദൈവം ദുഃഖിച്ചു. അവിടെ പറയുകയാണ്, എന്റെ ആത്മാവ് സദാകാലത്തേക്കും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡമല്ലോ. എന്തിനാണ് പ്രസംഗന്റെ ആവശ്യം വന്നത്? ആളുകളൊക്കെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണ്. ആത്മാവിന് അവരോട് സംവദിക്കാനായിട്ട് കഴിയുന്നില്ല. ആത്മാവിന്റെ മന്ദമായ സ്വരം ആളുകൾ കേൾക്കാതെ വന്നപ്പോൾ അവർ ജഡത്തെ കേട്ടുകൊണ്ട് ജീവിച്ചപ്പോൾ ദൈവം ചില ആളുകളെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, നീ നീതി പ്രസംഗിക്കണം. അതുകൊണ്ടാണ് നീതി പ്രസംഗിയായ നോഹ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹാനോക്ക് പ്രസംഗകനായത്. എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് സഭയിൽ ചില ആൾക്കാരെ പ്രവാചകന്മാരായി അല്ലെങ്കിൽ പ്രസംഗനായിട്ട് ഏൽപ്പിക്കുന്നത്? ദൈവമക്കൾ എല്ലാവരും ആത്മാവിനെ കേട്ടാൽ ഒരു പ്രസംഗകന്റെ ആവശ്യമില്ല. ആത്മാവ് സകലത്തെ വിവേചിക്കുന്നു. ഇന്ന് വിവേചിക്കുന്ന ആളുകളില്ല സഭയ്ക്കകത്ത്. എല്ലാവരും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലോകത്തിലാ ജീവിക്കുന്നത്, പാപത്തിലാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച ഇവിടെ വന്നു നിന്ന് ചങ്ക് പൊട്ടി പറയണം, ഇങ്ങനെ ജീവിച്ചാ പോരാ, നന്നായി ജീവിക്കണം.
നമ്മൾ എല്ലാവരും ആത്മാവിന് കീഴ്പ്പെടുകയായിരുന്നെങ്കിൽ, ആത്മാവിന്റെ ഇമ്പസ്വരം കേൾക്കുകയായിരുന്നെങ്കിൽ പ്രസംഗകരുടെ ആവശ്യമില്ലാതെ വന്നേനെ. പക്ഷേ നമ്മൾ ഈ ജഡത്തെ അനുസരിക്കുന്നത് കൊണ്ടാണ് എന്തിന്റെ ആവശ്യം? പ്രസംഗകന്റെ ആവശ്യം. നോഹയുടെ കാലത്ത് ജനമെല്ലാം ജഡപ്രകാരം ജീവിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നോഹേ, നീ പോയി പ്രസംഗിക്ക്, എന്റെ ആത്മാവിന് ഇവരോട് സംവദിക്കാൻ പറ്റുന്നില്ല, അവരത് കേൾക്കുന്നില്ല, അവർ ആ മന്ദസ്വരം കേൾക്കുന്നില്ല, നീ പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഹാനോക്കിനോട് പറഞ്ഞു. അപ്പൊ വാഗ്ദത്തങ്ങൾ കൊണ്ട് മാത്രം വേർപാടുണ്ടാകുന്നില്ല. വേർപാടുണ്ടാകാതെ വന്നപ്പോൾ ദൈവം എന്ത് കൊടുത്തു? ന്യായപ്രമാണം കൊടുത്തു. നമുക്ക് നീതീകരണമുണ്ട്, നമുക്ക് ദൈവത്തിന്റെ അവകാശമുണ്ട്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടും നമുക്ക് അനുസരണം വരുന്നില്ലെങ്കിൽ, വേർപാട് വരുന്നില്ലെങ്കിൽ അവിടെ എന്ത് കിട്ടും? നിയമങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഹാരം വെച്ചു കൊടുത്തു, വിളമ്പി കൊടുത്തു, പാത്രത്തിൽ വെച്ചു കൊടുത്തു. ആ കുഞ്ഞ് അതെടുത്ത് കഴിക്കുന്നതിന് പകരം എറിഞ്ഞു കളയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു നിയമം കൊണ്ടുവരും. എന്താ നിയമം? ഒരു പറ്റുപോലും എന്ത് ചെയ്യരുത് പുറത്ത്. ഈ നിയമത്തിന്റെ ആവശ്യം വന്നത് എപ്പോഴാ? ആ കുഞ്ഞ് ചോറ് കളഞ്ഞപ്പോഴാ, അല്ലേ? അതെയോ ചുമ്മാ ആദിവിക നിയമം എല്ലാം പറയുമായിരുന്നു പിള്ളേരോട്? അല്ല, നമ്മുടെ മക്കൾക്ക് പല നിയമങ്ങളും നമ്മൾ കൊടുത്തത് അവര് പലതും അനുസരിക്കാതെ വന്നപ്പോഴാ. അതേപോലെയാ വാഗ്ദത്തം കിട്ടി, പക്ഷെ വാഗ്ദത്ത പ്രകാരമുള്ള വേർപാടുണ്ടായില്ല. തലമുറകളൊക്കെ ഈ അശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. അവർ വേർപെടേണ്ട പലതിനെയും വേർപെട്ടില്ല. ചാർച്ചക്കാരെ വിടാനടുത്ത് വിട്ടില്ല, പിതൃഭവനത്തെ വിട്ടില്ല, സ്വന്തം ദേശത്തെ വിട്ടില്ല. അതൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പൊ അതിക്രമങ്ങൾ പെരുകിയിടത്താണ്, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിടത്താണ് ന്യായപ്രമാണം ഉണ്ടായത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സഭയ്ക്കകത്ത് എല്ലാവരും മീറ്റിങ്ങിന് വരികയാണെങ്കിൽ എല്ലാവരും വരണം എന്ന നിയമം ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? ഇല്ല. എല്ലാവരും പാട്ട് പാടുകയാണെങ്കിൽ എല്ലാവരും പാടണം എന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. എല്ലാവരും ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ ദൈവത്തെ സേവിക്കണം എന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. എവിടെയൊക്കെ നിയമം ഉണ്ടാകുന്നുണ്ടോ അതിന്റെ കാരണം ലംഘനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്. ഇപ്പൊ ന്യായപ്രമാണം വന്നത് എന്തുകൊണ്ടാണ്? കുറ്റകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, പാപം പെരുകിയത് കൊണ്ട്. എന്റെ ദൈവമക്കളെ, ഒരു വേർപാട് വാഗ്ദത്തത്തിന്റെ കൂടെ അനിവാര്യമായിട്ടുണ്ട്. ദൈവം പറയുന്നത്, ചാർച്ചക്കാരെ വിട്, പിതൃഭവനത്തെ വിട്, സ്വന്തം ദേശത്തെ വിട്, ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകും. അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു, ഇസ്ഹാക്കിനുണ്ടായിരുന്നു, യാക്കോബിനും ഉണ്ടായിരുന്നു. പക്ഷെ ശിഷ്ടം വന്ന ശേഷം വന്ന തലമുറകൾക്കൊക്കെ ഈ വിശ്വാസം ഇല്ലാതെ വന്നു. അതിക്രമങ്ങളുടെ മേൽ അതിക്രമം എങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു. വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, അന്യദൈവങ്ങളെ സേവിക്കരുത്. അവരെല്ലാ ദിവസവും അവർക്ക് തോന്നിയപ്പോൾ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ശബത്ത് പ്രമാണിക്കണം. അവരെല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ പേരെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. അപ്പനെയും അമ്മയും അനുസരിക്കാതെ വന്ന ദൈവം പറഞ്ഞു, അപ്പനെയും അമ്മയും അനുസരിക്കണം. കൊലപാതകം ദൈവം പറഞ്ഞു, കൊല ചെയ്യരുത്. വ്യഭിചാരം ചെയ്യുന്ന ദൈവം പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കാൻ ദൈവം പറഞ്ഞു, മോഷ്ടിക്കരുത്. കള്ളസാക്ഷ്യം ദൈവം പറഞ്ഞു, കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരന്റെ പലതും മോഹിച്ച ദൈവം പറഞ്ഞു, കൂട്ടുകാരൻ്റെ മോഹിക്കരുത്. എവിടെയൊക്കെ നിയമം ഉണ്ടായി അതിന്റെ പിന്നിലൊരു അതിക്രമം, കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ന്യായപ്രമാണം ഉണ്ടായത്, ന്യായപ്രമാണം നൽകിയത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ആണ്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കുക. ഇന്ന് കണ്ട കാര്യങ്ങൾ, 3-ാം അധ്യായത്തിൽ കണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ എന്താണ് തിരുവെഴുത്തെന്ന് കണ്ടു. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളാണ് ഈ ഭാഗപ്രകാരം തിരുവെഴുത്ത്. ഇന്ന് നമ്മൾ ആ വാക്കിനെ 66 പുസ്തകങ്ങളെയും കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്താണ് നിയമം? ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തമാണ് നിയമം. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്? വാഗ്ദത്തം ദൈവം ന്യായപ്രമാണത്തിന് 430 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിനും അവന്റെ സന്തതിക്കും, അതായത് ക്രിസ്തുവിനും നൽകിയതാണ്. അതിനകത്ത് നീതീകരണമുണ്ട്, അവകാശമുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ട്. എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണം ശിശുപാലകനാണ്, ട്യൂട്ടറാണ്. ന്യായപ്രമാണം നൽകിയത്, വാഗ്ദത്തം നൽകിയതിനും 430 വർഷങ്ങൾക്ക് ശേഷമാണ്. ന്യായപ്രമാണം നൽകിയത് ദൂതന്മാരിലൂടെയും മധ്യസ്ഥനിലൂടെയുമാണ്. ന്യായപ്രമാണം നൽകിയതിന്റെ കാരണം കുറ്റകൃത്യം, സിൻ, പാപം പെരുകിയത് കൊണ്ട്
അപ്പൊ ദൈവം നമ്മെ സഹായം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് നൽകിയ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ഈ നല്ല സമയത്തിനും കൃപയ്ക്കുമായിട്ട് സ്തോത്രം. അങ്ങ് പറഞ്ഞ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങളുടെ കൂടെ ചില വേർപാടുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ വേർപാടുകൾ പാലിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ നീതീകരിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശം നൽകിയതിനായിട്ട് സ്തോത്രം. പരിശുദ്ധം നൽകിയതിനായിട്ട് സ്തോത്രം. മറ്റ് നൽകിയ എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കൃപയെ വൃഥാവാക്കാതെ ക്രിസ്തുവിനോട് മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ദൈവത്തിനായി തീരുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം. വചനത്തിനായി സ്തോത്രം. അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അടിയൻ പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ നാഥ. ഞങ്ങളുടെ എല്ലാവരിലും വചനം ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലാകയാൽ ദയ തോന്നി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.